ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും പി.എൻ. പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു. മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു ഉദ്ഘാടനം ചെയ്തു. വായന പക്ഷാചരണം. അതുകൊണ്ട് ഇനി നമ്മൾ എവിടെ പോയാലും വായന ദിനം എന്നേ പറയാവൂ. വായന ദിനം കേരള സർക്കാർ, മുമ്പ് കേരള സർക്കാർ എന്നാണ് പറഞ്ഞിരുന്നത്, അത് പിന്നീട് ഇപ്പം തിരുത്തി കേരള സർക്കാർ എന്ന് ആയിട്ടുണ്ട്. അതുപോലെ വായനാ വസന്തം എന്ന് ചിലർ പറയുന്നുണ്ട്. വായനാ വസന്തം അല്ല, വായന വസന്തം. എന്താണ്? അപ്പം നമ്മൾ ഈ ദിവസം ഒരു വാക്ക് ശരിയാക്കി പഠിക്കാം, അല്ലേ? പഠിക്കാൻ കൂടിയുള്ളതാണല്ലോ നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോ നിമിഷവും. അപ്പോൾ തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുന്നത് വായനയും വിദ്യാഭ്യാസവുമാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ മണമ്പൂർ രാജൻ ബാബു. കമ്പ്യൂട്ടറിന്റെയും നിർമ്മിത ബുദ്ധിയുടെയും വരവോടെ കടലാസ് പുസ്തകങ്ങളും ഇല്ലാതാകുമെന്ന സാങ്കേതിക വിദഗ്ധരുടെ പ്രവചനം അപ്രസക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ജില്ലാ ലൈബ്രറി കൗൺസിലും പബ്ലിക് റിലേഷൻ വകുപ്പും ജില്ലാ സാക്ഷരതാ മിഷനും P.N. പണിക്കർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേരി HMY ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ K. ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ് വായനാദിന സന്ദേശം നൽകി. P.N. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ A. ഷഫ്ന വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. P.N. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി K. ജാഫർ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശിവകുമാർ കുറ്റാനിക്കാട്, HMY ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CK സാലി, ഹെഡ്മാസ്റ്റർ അൻവർ സക്കീൽ, ഡെപ്യൂട്ടി HM മുജീബ്, PTA പ്രസിഡന്റ് സക്കീർ വല്ലാഞ്ചിറ, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NT ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.